ഇങ്ങനെ വളരെ പ്രധാനമായ ഒരു ടോപ്പിക് എടുത്ത് ഡിസ്കസ് ചെയ്യുന്നതില് യുക്തിവാദ പഠന കേന്ദ്രത്തിന് ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നെഹ്റുവിനെ മറന്നോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി 2014 അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. അത് ഹസാറോ സാൽ കാ സ്ലേവറി 1200 വർഷങ്ങളുടെ സ്ലേവറിയിൽ നിന്നുള്ള മോചനമാണ് എന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവരുടെ പ്രത്യയശാസ്ത്രം പറയുന്നത്. 200 വർഷത്തെ കൊളോണിയൽ വാഴ്ച ബ്രിട്ടീഷ് ഭരണകാലത്തെ പറ്റി പറയുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന മുഗൾ രാജവംശം, അതുപോലുള്ള പല ഇന്ത്യയിൽ ഭരിച്ചിരുന്ന രാജവംശങ്ങളെ കൂടി വിദേശികളായിട്ട് കണക്കാക്കുന്ന, തനത് സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം മൂലഗ്രന്ഥമാക്കി വെച്ചിരിക്കുന്നവരാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത്. അവര് നെഹ്റുവിനെ പറ്റി പറയാറുണ്ട്, ഒരുപാട് പ്രാവശ്യം നെഹ്റുവിനെ ഓർക്കാറുണ്ട്. അത് അദ്ദേഹത്തെ കുറ്റം പറയാനാണ്. എന്തുകൊണ്ടായിരിക്കും നെഹ്റുവിന്റെ അടുത്ത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയെ പറ്റി ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഒരു ദുസ്വപ്നം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും നെഹ്റുവിനെ കുറ്റപ്പെടുത്തുക എന്നൊരു സ്റ്റൈലാണ്. അതായത് ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ വന്നു, നെഹ്റുവിനെ കുറ്റം പറയുക. എന്തെങ്കിലും പാളിച്ചകൾ വന്നു, എക്കണോമിക് പോളിസിയിലെ പാളിച്ചകൾ വന്നു, ഇന്ത്യയിൽ ഉദ്ദേശിച്ച വളർച്ച കിട്ടുന്നില്ല, ഉടനെ നെഹ്റുവിന്റെ കുഴപ്പമാണ്. ആദ്യത്തെ പ്രധാനമന്ത്രി എന്താണ് ചെയ്തത്, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്കും ഭരണത്തിലിരിക്കുന്നവർക്കും അദ്ദേഹത്തോടുള്ള ആ ഒരു വെറുപ്പെന്ന് പറയാം, അല്ലെങ്കിൽ നെഹ്റുവിനെ എന്തുകൊണ്ടാണ് ഇത്രയധികം ഇഷ്ടക്കേട് ഉള്ളത് എന്നുള്ളതിന് ഒരു ഉത്തരത്തിലെത്താൻ കഴിയും. നെഹ്റു ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന മൂല്യങ്ങൾ സെക്യുലറിസം, പിന്നെ നാഷണൽ ബൗണ്ടറിക്ക് വെളിയിൽ നിന്നുള്ള ആശയങ്ങൾ സ്വീകരിക്കാൻ ഒരു കോസ്മോപൊളിറ്റനിസം, യൂണിവേഴ്സലിസം എന്ന് പറയുന്നത് നെഹ്റു മാത്രമല്ല, അദ്ദേഹത്തിന്റെ സമയത്തുണ്ടായിരുന്ന രവീന്ദ്രനാഥ് ടാഗോർ, ഈവൻ ഗാന്ധിജി പോലും, ഗാന്ധിജിയുടെ ദീർഘമായിട്ടുള്ള കത്തെഴുത്തുകളുണ്ട് ടാഗോറുമായിട്ട്. അതില് ഗാന്ധിജി പല കാര്യങ്ങളിലും സ്വദേശീയമായതിനെ കുരുങ്ങുമ്പോഴും ടാഗോർ പറയുന്നത് ദേശീയത ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ്, വെളിയിൽ നിന്നുള്ള ആശയങ്ങൾ സ്വീകരിക്കണം. അതിന് ഗാന്ധിജി അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഗുരുദേവൻ എന്നാണ് വിളിക്കുന്നത്. ടാഗോർ നിരന്തരം ഗാന്ധിജിയെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും. ആ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികൾ മഹാത്മാഗാന്ധി, നെഹ്റു, ടാഗോർ, ഡോക്ടർ അംബേദ്കർ, അവരെല്ലാവരും ഈ പറഞ്ഞ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നവരും അത് മാത്രമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനുള്ള ഏക മാർഗം എന്ന് വിശ്വസിച്ചിരുന്നവരുമാണ്. ഇത് ഈ പറയുന്ന ഓരോ ഐഡിയോളജിയും സെക്യുലറിസം ആണെങ്കിലും കോസ്മോപൊളിറ്റനിസം ആണെങ്കിലും സയന്റിഫിക് ടെമ്പർ അതാണെങ്കിലും ഒന്നും ഇപ്പോൾ ഭരണം നടത്തുന്നവരുടെ ആശയ സംഹിതയുമായിട്ട് യോജിച്ചു പോകുന്നതല്ല. അതുകൊണ്ടാണ് അവർ നിരന്തരം നെഹ്റുവിനെ കുറ്റം പറയാനും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നെഹ്റുവാണ് എന്ന രീതിയിൽ സംസാരിക്കാനുള്ള കാരണം. ഒരു ഉദാഹരണോടെ പറയാം. അയോധ്യയില് രാമജന്മഭൂമി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാക്യമുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണം. അദ്ദേഹം പറഞ്ഞത് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞു. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇത് വെറും ഒരു ക്ഷേത്രമല്ല, ഇത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരമാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശീയരായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ജനങ്ങളുടെ വികാരമാണ്.
കാരണം ഇപ്പോൾ RSS ചീഫ് പറഞ്ഞൊരു പ്രസ്താവനയിൽ നിങ്ങൾ കണ്ടു കാണും, അയോധ്യ ഒരു വികാരമായിരുന്നു. അതില് ബാബരി മസ്ജിദ് പണിതത് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചിട്ടാണെന്നുള്ള ഒരു നാരേറ്റീവിലാണ് ഇവര് ഭരണത്തിലേക്ക് വന്നു തന്നെ, രാമജന്മഭൂമി പ്രക്ഷോഭം. അപ്പോൾ അത് വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നതാണ്. ഇന്നത്തെ ദിവസം അവിടെ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. എവിടെ നിന്ന്? ഒരു മോശമായിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഭൂതകാലത്തില് കുറെ അട്രോസിറ്റീസ്, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെ വേട്ടയാടപ്പെട്ടവരാണ് നിങ്ങൾ. അവിടെ നിന്ന് ഇപ്പോൾ മോചനം കിട്ടിയിരിക്കുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്രം വന്നോടുകൂടി എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. പക്ഷെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പില് പ്രതിഫലിച്ചു കണ്ടില്ല. തെരഞ്ഞെടുപ്പില് ഇവർക്ക് BJPക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടിയില്ല. ഇത് മനസ്സിലാക്കുമ്പോൾ ഇതിനെ നെഹ്റുവിയൻ പ്രിൻസിപ്പിളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുക. ഇന്ത്യയുടെ ഭരണഘടന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള, ഏറ്റവും വൈവിധ്യങ്ങളുള്ള ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ ഡോക്ടർ അംബേദ്കർ ചെയർമാനായിട്ടുള്ള, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒരുപാട് മെമ്പേഴ്സ്, അതിലെ ഭൂരിപക്ഷം ഹിന്ദു കൺസർവേറ്റീവ്സ് ആയിരുന്നു. അവർ ഉൾപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയില് ആമുഖത്തിൽ ദൈവം എന്ന വാക്കില്ല, ഗോഡ് എന്ന വാക്ക് ഒരിടത്തും ഇല്ല. ഇത് ഡിബേറ്റ് ചെയ്ത് പരാജയപ്പെടുത്തിയതാണ്. ചിലർക്ക് സജഷൻ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ പേരിൽ വേണ്ട എന്ന് തീരുമാനിക്കായിരുന്നു. കാരണം ദൈവത്തെ ഒരു രാഷ്ട്രത്തിന്റെയോ ഒരു മതത്തിന്റെയോ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന്റെയോ പേരിൽ തിളച്ചിടേണ്ട ഒരു കൺസെപ്റ്റ് അല്ല എന്ന് അവിടുത്തെ ഭൂരിപക്ഷം അംഗങ്ങളും സമ്മതിക്കുന്നു. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതില് ഇന്ത്യയുടെ ഒരു സുവർണ ഭൂതത്തെ പറ്റി, അതായത് ഒരു പാസ്റ്റിനെ പറ്റി ഒരു റെഫറൻസ് ഇല്ല. ഭരണഘടനയുടെ ആമുഖത്തിൽ പഴയ ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ ഇത്രയും നാളത്തെ തുടർച്ച എന്നൊന്നും പറയുന്നില്ല. അത് മറ്റു ഭരണഘടനകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൈനീസ് ഭരണഘടന, കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഭരണഘടനയിൽ പോലും അത് തുടങ്ങുന്നത് 5000 വർഷത്തെ ഗ്ലോറി, 5000 വർഷത്തെ ഒരു ചരിത്ര പശ്ചാത്തലമുള്ള രാജ്യത്തിന്റെ ഭരണഘടനയാണെന്ന് പറഞ്ഞാണ് ചൈനീസ് ഭരണഘടന തുടങ്ങുന്നത്. ഇന്ത്യക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, കാരണം ലോകത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയായിട്ട് വന്ന ഒരു, അവിടെ നിന്ന് വന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ ആ വാക്കുകളില്ല. എന്തുകൊണ്ടായിരിക്കാം? അതിനെപ്പറ്റി പ്രതാപ് മേത്ത എന്ന ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് അദ്ദേഹം പറയുന്നത്, ചരിത്രത്തെ തിരിഞ്ഞു നോക്കിയിട്ട് അതില് ഒരു ഗ്ലോറിഫിക്കേഷൻ കണ്ടെത്താൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് തുടങ്ങിയാണ്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് ഒരേ സമയത്ത് ഉണ്ടായ 2 രാഷ്ട്രങ്ങളാണ്. അതിലെ പാകിസ്ഥാൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം തന്നെ 1930-കളിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരവസ്ഥ വന്നപ്പോഴേക്ക് എങ്ങനെയായിരിക്കും ഭരിക്കപ്പെടാൻ പോകുന്നത്, മജോറിറ്റി മൈനോറിറ്റി ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള ചർച്ച വന്നപ്പോൾ സ്വതന്ത്രമായി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രം വേണം എന്ന വാദം ഉന്നയിക്കുകയും ദൈവവിശ്വാസം ഇല്ലാഞ്ഞിട്ട് പോലും മുഹമ്മദ് അലി ജിന്ന ആ ഒരു പ്രത്യയശാസ്ത്രം പറഞ്ഞ് ദുരാഷ്ട്രവാദത്തിന് അത് നേടിയെടുക്കുകയും ചെയ്തു. അതിന് സപ്പോർട്ടായിരുന്നു സവർക്കറെ പോലുള്ളവര്. അപ്പോൾ അവിടെ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമായി രൂപീകരിക്കുമ്പോൾ ഇന്ത്യ അതുപോലെ ഐഡന്റിഫൈ ചെയ്യുകയായിരുന്നെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ഹിന്ദുത്വ എന്നോ അല്ലെങ്കിൽ ഹിന്ദി എന്നോ ഏതെങ്കിലും രീതിയിൽ ഒരു ഐഡന്റിഫിക്കേഷൻ കൊടുത്തിരുന്നെങ്കിൽ അവിടെ സംഭവിക്കാമായിരുന്നത് ബാക്കിയുള്ള ഇതിൽ പെടാത്ത ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു സംഘടനയായി മാറുമായിരുന്നു. എല്ലാവർക്കും പ്രാതിനിധ്യമില്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യയില് ജീവിക്കാൻ തീരുമാനിച്ച മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെ, ഇവിടെ ഇന്ത്യയിലെ ജന്മം കൊള്ളാത്ത ചില മതങ്ങളിൽ വന്നവരെ അല്ലെങ്കിൽ പാഴ്സികളെ, എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവർ ഇന്ത്യയിലുണ്ട്. വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. അവരെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന ആയതുകൊണ്ട് ഇവിടെ ഒരു ചരിത്ര പശ്ചാത്തലം ഭരണഘടനയിൽ എഴുതിയിട്ടില്ല. അതിനെപ്പറ്റി ചരിത്രകാരന്മാർക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് പൊതുജനങ്ങൾക്ക് അതിനെപ്പറ്റി ധാരണയാകാം, അതിനെപ്പറ്റി സംസാരിക്കാം. പക്ഷേ അതിന് ആവശ്യത്തിൽ കൂടുതൽ അഭിമാനിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ മറന്നുകൊണ്ടുള്ള ഒരു തുടക്കമല്ല കുറിച്ചിരിക്കുന്നത്. തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഭരണഘടന എന്നാണ്. ഇതില് ഡോക്ടർ രാജീവ് ഭാർഗവ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ, അദ്ദേഹം പറഞ്ഞു, ഈ എബ്രഹാം ലിങ്കന്റെ ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ടല്ലോ, ഡെമോക്രസി ഈസ് ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. അതില് ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ബൈ ദ പീപ്പിൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരെ,
എല്ലാവർക്കും തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഭരണഘടനയാണ്. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത. ഈ ഭരണഘടന ഈ രീതിയിൽ വന്നതിന് മഹാത്മാഗാന്ധി എന്ന അദ്ദേഹം നയിച്ച ആ സ്വാതന്ത്ര്യ സമരത്തിലും അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിലും വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലിംഗ്വിസ്റ്റിക് പ്ലൂറലിസം ആണ്. അതായത് ഭാഷകള് 22 ഭാഷകള്, 700ഓളം ഡയലക്റ്റുകൾ, അത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് ഭാഷയ്ക്ക് എല്ലാ ഭാഷകൾക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടും ഭാഷയുടെ പേരില് സംസ്ഥാനങ്ങൾ രൂപീകരിച്ചുകൊണ്ടും വേണം ഭരണം കൊണ്ടുവരാനെന്നുള്ളത് ഗാന്ധിജിയുടെ ആശയമായിരുന്നു. അത് പ്രാവർത്തികമാക്കി ആദ്യത്തെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഭരണകൂടവും. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് നമ്മുടെ സമീപ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ മതി. ഞങ്ങളുടെ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ഡിഫറൻ്റ് ആണ്. നമ്മൾ ഒരു മതത്തിൽപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം വേണം എന്ന വാദത്തിന് അദ്ദേഹം വലിയൊരു വക്കീലായിരുന്നു, മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹം വാദിച്ച് ഒരു കേസ് ജയിക്കുന്നത് പോലെ ജയിച്ച് ആ രാജ്യം നേടിയെടുത്തു കഴിഞ്ഞ് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകുന്നത്? മുഹമ്മദ് അലി ജിന്ന ആ ഭാഗത്തുള്ള ജനങ്ങളോട് പറയുകയാണ്, ഉറുദു പഠിക്കും, നിങ്ങളെല്ലാവരും ബംഗ്ലാ ഭാഷ സംസാരിച്ച പോലെ ഉറുദുവാണ് പാകിസ്ഥാന്റെ ദേശീയ ഭാഷ, അത് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭാഷയുടെ പേരിലുള്ള വേർതിരിവിലോട് തുടങ്ങുകയാണ്. ഭാഷയുടെ പേരിലുള്ള വേർതിരിവ്, അതിന്റെ പേരിലുള്ള അക്രമങ്ങൾ, ഞങ്ങൾ വേറെ ഐഡന്റിറ്റിയാണ്, ലാംഗ്വേജിന്റെ പേരിലുള്ള യുദ്ധം, അതിൽ നിന്ന് ഒരു പുതിയ രാഷ്ട്രം ജനിക്കുകയാണ്. നമ്മുടെ സമീപ രാജ്യമായിട്ടുള്ള ശ്രീലങ്ക, അവിടെ ഇതുപോലെ തന്നെ തമിഴ് ഭാഷ സംസാരിക്കുന്നവർക്ക് എത്രയോ വർഷങ്ങളായിട്ട് അവരെ ഒരു രണ്ടാംഗ പൗരന്മാരായിട്ട് കണക്കാക്കി. അവിടെ നടന്ന കൊലപാതകങ്ങളും പിന്നീടുണ്ടായ യുദ്ധങ്ങളും നമ്മൾ കണ്ടു. ഇന്ത്യയില് ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ പിടിച്ചു നിർത്തിയത്, ഇന്ത്യ ഒറ്റ രാജ്യമായിട്ട് നിലനിർത്തുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ എല്ലാ ഭാഷകൾക്കും ഇവിടെ പ്രാധാന്യം കൊടുത്തു. ഭാഷകളുടെ പേരിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനും ആ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ്. അതില് നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഒക്കെ പാസ്സാക്കിയെടുത്തപ്പോൾ നെഹ്റു എങ്ങനെയാണ് ഇപ്പോൾ ഭരണത്തിലുള്ളവർക്ക് സ്വീകാര്യമല്ലാത്തത് എന്നറിയാൻ അദ്ദേഹം ഫാസിസത്തെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ, അത് ഇറ്റലിയില് ഫാസിസം നടപ്പാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം മുസോളിനിയെ സൈറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഫാസിസം ഒരിക്കലും സമാധാനത്തിൽ വിശ്വസിക്കുന്നില്ല, അവർ വിശ്വസിക്കുന്നത് എപ്പോഴും വയലൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം, നാഷണലിസം ഇങ്ങനെ ദേശീയത കത്തിജ്വലിച്ചുകൊണ്ടിരിക്കണം. ദേശീയത എന്ന് പറയുന്നത് ഇന്റർനാഷണലിസത്തിനെതിരാണ്. മാർക്സിസം ഇന്റർനാഷണലിസമാണ്, ദേശീയത നാഷണലിസമാണ്. നാഷണലിസം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് മുസോളിനിയുടെ. മുസോളിനിയെ കാണാൻ അദ്ദേഹം ഒരു പ്രാവശ്യം ക്ഷണിച്ചപ്പോൾ നെഹ്റു അത് തിരസ്കരിക്കുകയായിരുന്നു. മുസോളിനിയെ കാണുന്നതെന്ന് പറഞ്ഞു. വളരെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായിരുന്നതുകൊണ്ട്, ഈ കാര്യങ്ങള് അതിന്റെ ആഴത്തിൽ അറിയാമായിരുന്ന ആളായിരുന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഫാസിസം ഇപ്പോൾ ഇറ്റലിയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യം, മറ്റു രാജ്യങ്ങളിലേക്ക് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട വേര് എങ്ങനെയാണ്? അത് സോഷ്യൽ ആൻഡ് എക്കണോമിക് അൺറസ്റ്റ് ഉണ്ടാവുകയാണ്. എവിടെയെങ്കിലും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പരാധീനതകൾ ഉണ്ടാകുകയോ വേണ്ട വിധത്തിൽ വിജയിക്കാതെ വരികയോ ജനങ്ങൾ അസംതൃപ്തരാകുകയോ ചെയ്യുന്ന ഒരു സന്ദർഭത്തില് ഭരണം കൈവിട്ടു പോകുമെന്ന് തോന്നുന്ന ഒരു അപ്പർ ക്ലാസ്, അവര് ഫാസിസ്റ്റുകൾ ചെയ്യുന്നത് എന്താണ്? ഒരു പോപ്പുലർ മാസ് മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്. മാസ് മൂവ്മെന്റ് ഏതെങ്കിലും മിഥ്യകളുടെ പുറത്തായിരിക്കും. നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തെ സംവിധാനമായിട്ട് നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് എടുത്തതാണ് ഈ ഭാഗം. അദ്ദേഹം പറയുന്നത് കാര്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് സാമ്പത്തിക കാര്യങ്ങളിലെ പരാജയങ്ങൾ പറയുന്നില്ല, ജനങ്ങളുടെ ദാരിദ്ര്യത്തെ പറ്റി പറയുന്നില്ല, ബാക്കി പ്രശ്നങ്ങളെ പറ്റി എല്ലാം മറന്നുകൊണ്ട് ആളുകൾ ഏതെങ്കിലും ഒരു മിഥ്യയുടെ പുറകെ പോവുകയാണ്. പണ്ടിവിടെ ഒരു വലിയ രാജ്യം ഉണ്ടായിരുന്നു, അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാമരാജ്യം. അവിടെ അതുപോലുള്ള ഒരു രാഷ്ട്രം തിരിച്ചു കൊണ്ടുവരിക എന്ന് എല്ലാവരും സംതൃപ്തരായിരുന്നു. അതിനൊരു അമ്പലം ഉണ്ടാക്കുക. അമ്പലം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് പറയുന്നത് പ്രധാനമന്ത്രി. ഇങ്ങനെയാണ് നെഹ്റു നേരിട്ട് മുന്നിൽ
അദ്ദേഹം അത് എഴുതി വെച്ചിട്ടുണ്ട് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ. വെറുതെ അല്ല നെഹ്റുവിനെ ഇഷ്ടമല്ലാത്തത്. പിന്നെ നെഹ്റുവും പട്ടേലും തമ്മിലുള്ള ഡിഫറൻസസ് ഇല്ലാത്ത കാര്യങ്ങൾ നെഹ്റുവും പട്ടേലും തമ്മിലുള്ള ഡിഫറൻസസ് ഉണ്ടായിരുന്നു. കാരണം അവര് വലിയ സമശീർഷരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു. നെഹ്റുവിനെ മഹാത്മാഗാന്ധി എപ്പോഴും ഫേവർ ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയാക്കാൻ മഹാത്മാഗാന്ധിയുടെ സപ്പോർട്ട് നെഹ്റുവിനായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫോളോവേഴ്സ് നെഹ്റുവും സർദാർ പട്ടേലും. ഏറ്റവും വലിയ ഒപ്പോണൻസ് മുഹമ്മദ് അലി ജിന്നയും ഡോക്ടർ അംബേദ്കർ. പക്ഷേ മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു, നെഹ്റുവിന്റെ അടുത്ത് പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടിയത് കോൺഗ്രസ് പാർട്ടിക്കല്ല, സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യക്കാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളിലും എല്ലാ പ്രത്യയശാസ്ത്രത്തിലും എല്ലാ പാർട്ടികളിലും പെടുന്നവർക്ക് ഇവിടെ പ്രാധാന്യം കൊടുക്കണം, നിങ്ങളുടെ ക്യാബിനറ്റിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് ഡോക്ടർ അംബേദ്കറെ ആദ്യത്തെ ലോ മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നാരേറ്റീവ് ഡോക്ടർ അംബേദ്കറും നെഹ്റുവുമായിട്ടുണ്ടായിരുന്ന ഡിഫറൻസസിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഡോക്ടർ അംബേദ്കറെ നെഹ്റുവിന്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ ലോ മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തു. അതിനുശേഷം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാനായിട്ട്, അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്, അന്ന് ഡോക്ടർ അംബേദ്കറാണ് അതിന്റെ ചെയർമാനായിട്ട് വരുന്നത്. പട്ടേല് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്നു, ആഭ്യന്തരമന്ത്രിയാകുന്നു. പട്ടേലിനുണ്ടായിരുന്ന കുറെ കഴിവുകൾ, അതായത് രാഷ്ട്രത്തെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള പൊളിറ്റിക്കൽ ബില്ല്, സിവിൽ സർവീസ് വളരെ ശക്തമായിട്ട് കൊണ്ടുവരാനുള്ള കഴിവ്, അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത്, ഡോക്ടർ അംബേദ്കർ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വളരെ കൃത്യമായിട്ട് എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുവരുവാനൊക്കെ പട്ടേൽ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. നെഹ്റു വേറെ ചില കാര്യങ്ങളില്ല. പട്ടേൽ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആണ് നോക്കിയതെങ്കിൽ നെഹ്റു എമോഷണൽ ആയിട്ട് രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. കാരണം അദ്ദേഹം സർദാർ പട്ടേലിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ എല്ലാ ഭാഗത്തുള്ളവർക്കും, സൗത്തിലുള്ളവർക്കും നോർത്തിലുള്ളവർക്കും ഒക്കെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫിഗറാണ്. സ്ത്രീകളുടെ ഇടയിൽ വളരെ സ്വീകാര്യനാണ്, മൈനോറിറ്റികൾക്ക് സ്വീകാര്യനാണ്. അപ്പൊ ഗാന്ധിജിക്ക് ശേഷം ഗാന്ധിജിയുടെ ആ നോൺ വയലൻസ് അദ്ദേഹം അതേപടി ഭരണത്തില് പിന്തുടർന്നതിന്റെ പറയുന്നത്, ലഹള ഉണ്ടാകുമ്പോൾ അവരുടെ ഇടയിലേക്ക് ചാടി വന്നിട്ട് നിങ്ങൾ എന്നെ കൊന്നിട്ട് മതി ബാക്കി കൊലപാതകം തുടരാൻ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു പ്രധാനമന്ത്രി. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ മണിപ്പൂരില് എത്രയോ വർഷത്തിൽ കൂടുതൽ, എത്രയോ നാളായിട്ട് നടക്കുന്ന ആ ഒരു പ്രശ്നബാധിത സംസ്ഥാനത്തെ ഒരു പ്രാവശ്യമെങ്കിലും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അവിടെയാണ് നെഹ്റുവിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നെഹ്റുവിയൻ ആശയങ്ങളെ, എല്ലാ ആശയങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പുതിയ രീതിയിലുള്ള ഒരു രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് പോവുകയാണ്. സർദാർ പട്ടേലും നെഹ്റുവുമായിട്ടുള്ള ഒരു കത്ത്, അത് ഈ ഒരു നാരേറ്റീവിനെതിരെ പറയാനായിട്ട് മാത്രം ഞാൻ അതിൽ നിന്ന് 2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. അതിനുശേഷം പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. സർദാർ പട്ടേലിന് ഐഡിയോളജിക്കലി പല കാര്യങ്ങളിലും ഡിഫറൻസ് ഉണ്ടായിരുന്നു നെഹ്റുവായിട്ട്. നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിലെ ആരെയും ചരിത്രത്തിലെ വസ്തുതകളൊന്നും അദ്ദേഹം മറച്ചു വെക്കുന്നില്ല. സോമനാഥ ക്ഷേത്രം ഗസ്നിയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടതിനെ പറ്റി അദ്ദേഹം വളരെ വിശദമായിട്ട് എഴുതുന്നുണ്ട്. പക്ഷേ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കുന്ന ഒരു അവസ്ഥയിൽ നെഹ്റു അതിനെ പങ്കെടുക്കാൻ വിസമ്മതിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇതൊരു സെക്യുലർ രാജ്യമാണ്, പാകിസ്ഥാനിലെ എന്ത് തന്നെ ആയിരുന്നാലും ഇന്ത്യ എല്ലാവർക്കും അവകാശപ്പെട്ട രാജ്യമാണ്. ഇവിടെ ഒരു മതവിഭാഗത്തിന്റെ ഒരു ക്ഷേത്രം, അവിടെ ഉദ്ഘാടനം നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. അദ്ദേഹം അന്ന് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പോകാൻ തീരുമാനിച്ചത് അദ്ദേഹം പ്രസിഡന്റിന് കത്തെഴുതി താങ്കൾ പോകരുത്. അപ്പൊ തിരിച്ച് രാജേന്ദ്ര പ്രസാദ് നെഹ്റുവിന് കത്തെഴുതിയത്, ഞാൻ പോകുന്നുണ്ട്, കാരണം ഞാൻ അവിടെ പോകുന്നത് കൊണ്ട് വേറെ വിശ്വാസത്തിന് വിഘാതമാകുന്നില്ല, മുസ്ലിങ്ങളുടെ ഒരു പള്ളി ഇനാഗ്രേറ്റ് ചെയ്യാൻ വിളിച്ചാലും ഞാൻ പോകുമെന്നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറയുന്നത്. സർദാർ പട്ടേൽ അതിൽ പങ്കെടുക്കുന്നുണ്ട്. നെഹ്റു ആ സമയത്തൊക്കെ സെക്യുലറിസം അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കാൻ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പോയില്ല സോമനാഥ ക്ഷേത്രത്തിന്റെ ഇനാഗ്രേഷൻ. അജ്മീറിലെ ഒരു പ്രശ്നം, കമ്മ്യൂണൽ ലഹള ഉണ്ടായിരുന്നു. അദ്ദേഹം അയ്യങ്കാർ എന്ന് പറയുന്ന ഒരു ബ്യൂറോക്രാറ്റിനെ അവിടെ വിട്ടിട്ട് അവിടെ മുസ്ലിങ്ങളുടെ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു വിടുകയാണ്. അപ്പം സർദാർ പട്ടേല് ഹോം മിനിസ്റ്ററാണ്, അദ്ദേഹത്തിന് തന്റെ വകുപ്പിലുള്ള കൈകടത്തലായിട്ട് തോന്നി. അപ്പോൾ പട്ടേൽ നിരന്തരം പ്രധാനമന്ത്രി ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെട്ടത് മന്ത്രിമാർക്ക് വകുപ്പ് വിഭജനം നടത്തി കഴിഞ്ഞാൽ മന്ത്രിക്ക് അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. ആ എഴുതുന്ന കത്തുകൾ ഇവർ 2 പേരും ഗാന്ധിജിയുടെ ഫോളോവേഴ്സ് ആയിരുന്നുകൊണ്ട്
സർദാർ പട്ടേല് കത്ത് മഹാത്മാഗാന്ധിക്ക് അയക്കും, നെഹ്റു അദ്ദേഹത്തിന്റെ കത്ത് മഹാത്മാഗാന്ധിക്ക്. അവർ എഴുതുന്നത് അങ്ങനെയാണെങ്കിൽ നെഹ്റു തുടരട്ടെ, ഞാൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചേക്കാമെന്നാണ് പട്ടേൽ എഴുതുന്നത്. നെഹ്റു പറയും ഞാൻ രാജിവെക്കാം, സർദാർ പട്ടേൽ ഇറങ്ങുന്നത്. ആ ലെറ്റർ വളരെ പ്രധാനമായിരുന്നു. അതിൽ നിന്ന് 2 വരികൾ വായിച്ചു കേൾപ്പിക്കാം. Differences and different outlook on economic matters and those affecting Hindu-Muslim relations. But here, the ഹിന്ദുവില് വിദ്യാ സുബ്രഹ്മണ്യം എഴുതിയ ഒരു ലേഖനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതിൽ പട്ടേൽ എഴുതിയത് Patel wrote to Gandhiji, considering that Nehru had temperamental differences and different outlook on economic matters and those affecting Hindu-Muslim relations. But he also noted that they placed the country above everything else and cooperated in their common endeavors aided by mutual regard, respect and love for each other. Patel's case was that if Nehru's concept of prime ministerial supremacy was accepted, that conception would raise the prime minister to the position of a virtual dictator, which in my opinion is wholly opposed to democratic and cabinet system of government. Patel said, while Prime Minister's position was certainly preeminent, he had no overriding powers over his colleagues. If he had any, a cabinet and cabinet responsibility would be superfluous. Nehru, അതിനുശേഷം തന്റെ ഭാഗം ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഗാന്ധിജിക്ക് കത്തെഴുതി. ഇതിനുശേഷം ഗാന്ധിജിയെ കാണാൻ ജനുവരി 30, 1948 സർദാർ പട്ടേൽ ഗാന്ധിജിയെ കാണാൻ ചെല്ലുന്നു. അദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 5 മിനിറ്റ് ലേറ്റ് ആയി. നാസ്മാൻ ഗോഡ്സെ വരുമ്പോൾ ഗാന്ധിജി പറയുന്നു യു ആർ ലേറ്റ് എന്ന് പറയുന്നു. കാരണം ഇത് ഈ പ്രാർത്ഥന കുറച്ച് നീണ്ടുപോയി. അതിന് കഴിഞ്ഞ് പട്ടേലുമായിട്ടുള്ള സംസാരം അതിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം നെഹ്റു കാണാനിരുന്നതാണ്. പക്ഷെ അതിനുശേഷം വരുന്ന വാർത്ത മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു എന്നുള്ളത്. മഹാത്മാഗാന്ധിയുടെ വധം നെഹ്റുവും പട്ടേലും തമ്മിലുള്ള ആ ബന്ധത്തെ വളരെയേറെ അവരതോടുകൂടി നമ്മളിങ്ങനെ അധികാര തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ആള് എത്രയോ പ്രാവശ്യം നിരാഹാരം കിടന്ന് ജയിലിൽ പോയി നമുക്ക് വേണ്ടിയെല്ലാം പ്രയത്നിച്ച മഹാത്മാഗാന്ധി കൊല്ലപ്പെടുകയാണല്ലോ എന്നുള്ള ബോധ്യം അവരുടെ എല്ലാ ഡിഫറൻസസും ഇല്ലാതാക്കി നെഹ്റു പിന്നെ കത്തെഴുതിയാണ് പട്ടേലിന്. ഫെബ്രുവരി 3, 1948 നെഹ്റു എഴുതുന്നതാണ്, In the crisis that we have to face now after Bapu's death, I think it is my duty, and if I may venture to say, yours also, for us to face it together as friends and colleagues, not merely superficially, but in full loyalty to one another and with confidence in each other. I can assure you that you will have that from me. Patel 2 ദിവസം കഴിഞ്ഞ് അതിന് മറുപടി എഴുതി, The paramount interest of our country and our mutual love and regard, transcending such differences of outlook and temperament as existed, have held us together. Mahatma Gandhi's death changes everything, and the crisis that has overtaken us must awaken in us a fresh realization of how much we have achieved together and the need for further joint efforts in our grief-stricken country's interest. നെഹ്റുവും പട്ടേലും അവരുടെ എല്ലാ ഡിഫറൻസസ്, എല്ലാ അഭിപ്രായ ഭിന്നതകളും മാറ്റി വെച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഗാന്ധിജി കാണിച്ചു തന്ന വഴിയിലൂടെ അധികാര തർക്കങ്ങൾ മാറ്റിവെച്ച് പ്രയത്നിക്കാനുള്ള ഒരു പ്രതിജ്ഞയിലെത്തുകയാണ്. അതിനുശേഷം അവരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് കാണുന്നത്. അല്ലാതെ ഉള്ള ഒരു പട്ടേല് എന്തോ BJPയുടെ ആളായിട്ടാണ് അവരിപ്പോ പ്രൊജക്ട് ചെയ്യുന്നത്. പട്ടേൽ RSSനെ പാർട്ടിയാണ് നമുക്കറിയാം. അപ്പോൾ അതിനൊരു പ്രധാന കാരണം പറയുന്നത് ചരിത്രകാരന്മാർ പറയുന്ന കോൺഗ്രസ് അർഹമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു പക്ഷേ അത് BJP അത് മിസ്ഓൺ ചെയ്യണം, ഇല്ലാത്തൊരു കാര്യം ഏറ്റെടുക്കുകയാണ് ഞങ്ങളുടെ ആളായിട്ട്. അപ്പൊ അങ്ങനെയല്ല. അതുപോലെ തന്നെ ഇപ്പൊ ദേശീയത എല്ലാവരും ദേശീയതയുള്ളവരാണ്. നെഹ്റുവും ഒക്കെ ദേശസ്നേഹത്തിൽ അവരാരെക്കാളും പിന്നില്ല. പക്ഷെ ദേശീയത ഇപ്പോഴെന്തോ BJPയുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ടാണ് അവർ പ്രൊജക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയുടെ ഐഡിയാസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ രാജ്യത്തിന് വേണ്ടി
റൂറലിസം കാത്തു സംരക്ഷിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ നെഹ്റു എന്താണ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്ര നിർമ്മാണത്തിന്, ആധുനിക രാഷ്ട്ര നിർമ്മാണത്തിന് അടിത്തറയിട്ട ആളാണെന്ന് പറയുന്നത്. അടിത്തറയിൽ എന്തൊക്കെയായിരുന്നു അടിത്തറകൾ എന്ന് പെട്ടെന്നൊന്ന് നോക്കിക്കോളാം. ആ അടിത്തറകളാണ് ഇന്നും നമ്മുടെ രാഷ്ട്രത്തെ സെക്യുലറായിട്ട് ഇപ്പോഴും ഇങ്ങനെ ഡെമോക്രാറ്റിക് ആയിട്ട് നിലനിർത്തിക്കൊണ്ടുപോകുന്നതെന്ന് പറയും. അത് നമുക്ക് പരിശോധിക്കാറ് ആ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ബാക്കി രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കും. നെഹ്റുവിന്റെ സമയത്ത്, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിലുണ്ടായ ഒരു സമയമാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. വിഭജനം നടന്ന സമയത്ത് 5 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. 6 മില്യൺ ആളുകൾ ഇന്ത്യയിലേക്ക് വന്നു. അപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ വർഗീയ ലഹളം ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി ഗാന്ധിജി ഒറ്റയാൾപ്പെട്ടാണ് പോകുന്നു. നെഹ്റു അതിനൊപ്പം നിന്നയാളാണ്. നെഹ്റു പ്രധാനമന്ത്രിയായി എല്ലാവർക്കും ഇവിടെ തുല്യ അവകാശമാണെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ച ആളാണ്. ഈ ബ്ലഡ്ഷെഡ് ഉണ്ടാകുന്ന സമയത്താണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആ ഭരണഘടനാ നിർമ്മാണ സമയത്തുണ്ടായിരുന്ന ഭൂരിപക്ഷം പേരും ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമായി വിഭാവനം ചെയ്യുന്നു. സെക്യുലർ എന്നുള്ള വാക്ക് പിന്നീട് കൂട്ടിച്ചേർത്തായതുകൊണ്ട് സെക്യുലർ അല്ല എന്നൊക്കെയാണ് ഇപ്പോൾ ബാധിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന ആദ്യം മുതൽ സെക്യുലർ ആണ്. എന്താണ് സെക്യുലറിസം? ഒരു ഭാഷയ്ക്കും ഒരു മതത്തിനും ഒരു വിഭാഗത്തിനും അപ്പർഹാനില്ലാത്ത, ഒരു പ്രാമാണ്യമില്ലാത്ത എല്ലാവരും തുല്യരായിട്ടുള്ള രാഷ്ട്രം. അവിടെ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ആരും ആരെക്കാളും മുകളിലല്ല. രണ്ടാമത്, ഏത് പൗരനും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് സ്ഥാനത്തും ഇരിക്കാൻ, ഇന്ത്യൻ പ്രസിഡന്റായിട്ട് പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടാനോ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനോ ഭരണഘടന പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പാകിസ്ഥാനിൽ അങ്ങനെയല്ല. പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ പൊസിഷൻസിൽ ഇരിക്കുന്നവര് ജന്മം കൊണ്ട് മുസ്ലിം ആയിരിക്കണം. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിലില്ല. അതാണ് സെക്യുലറിസത്തിന്റെ വേറൊരു ആസ്പെക്ട്. പിന്നെ ഇന്ത്യ ഗവൺമെന്റ് ഒരിക്കലും മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, വിവേചനം കാണിക്കാൻ പാടില്ല. അപ്പോൾ തന്നെ ഏതെങ്കിലും തൊഴിലിടങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുമ്പോഴോ ഏതെങ്കിലും സ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴോ ഒന്നും വിവേചനം പാടില്ല. ജനങ്ങളുടെ ഇടയിൽ വിവേചനം പാടില്ല. അത് ഫ്രട്ടേണിറ്റി, സഹോദര്യം എന്നുള്ളത് പ്രിയാമ്പിൾ എഴുതിച്ചേർത്തിരിക്കുന്നു. ഭരണഘടനയുടെ അകത്ത് ഡിസ്ക്രിമിനേഷൻ, അത് സ്റ്റേറ്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു സ്ഥാനത്തേക്ക് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അവിടെ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഭാഷയുടെ പേരിലോ ഒന്നും വിവേചനം പാടില്ല. അതിന്റെ ഒപ്പം ആ സ്വാതന്ത്ര്യത്തിന്റെയും സഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും ഒരു ഫേസ്, അതിന്റെ ഒരു വശമാണ് ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന് പറയുന്നത്. അതായത് ബാക്ക്വേർഡ് ആയിട്ടുള്ള, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുക എന്ന് പറയുന്നതും സമത്വം ഊട്ടി ഉറപ്പിക്കാനാണ്. അല്ലെങ്കിൽ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചരിത്രപരമായിട്ട് ഒരുപാട് പരാധീനങ്ങൾ അനുഭവിച്ചു വന്നിരുന്നവർക്ക് തുല്യമായിട്ടുള്ള അവസരങ്ങളില്ലെങ്കിൽ അവർക്ക് ഒപ്പത്തിനൊപ്പം എത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ അവസര സമത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ടുള്ള അവകാശം കൊടുത്തിരിക്കുന്നത്. അതിനെയൊക്കെ ഇപ്പോൾ ചിലർ അതിനെയൊക്കെ കുറ്റം കാണുന്നു. അന്ന് സവർക്കർ പറഞ്ഞതും അതുതന്നെയാണ്. സവർക്കർ പറഞ്ഞത് ഇവിടെ ആളുകൾക്ക് ജീവിക്കാം, പക്ഷെ പ്രത്യേക അവകാശങ്ങളൊന്നും ആർക്കും പാടില്ല, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശം പാടില്ല എന്നായിരുന്നു സവർക്കറുടെ അന്നത്തെ ആളുകളുടെ. അതിന് അതേ വാദം പറയുന്ന ചിലർക്ക് ഇപ്പോൾ യുക്തിവാദികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അവര് പറയുന്നത് എല്ലാവരും തുല്യരാണ്, പ്രത്യേകമായിട്ടുള്ള അപ്പീസ്മെന്റ് ഒന്നും പാടില്ല എന്നാണ്. അപ്പീസ്മെന്റ് ഇല്ല. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായി സംരക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ആ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകും. ഉദാഹരണത്തിന് പാകിസ്ഥാൻ പോലുള്ള രാജ്യത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. എന്തുകൊണ്ടാണ്? പ്രത്യേകമായിട്ടുള്ള സംരക്ഷണവും അവർക്ക് അതിനുവേണ്ടി അവരുടെ ഭാഷയും സംസ്കാരം. ഇന്ത്യയിലെ ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്. നമ്മളെല്ലാവരും ന്യൂനപക്ഷമാണ്. മലയാളികൾ കേരളത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഭാഷാ ന്യൂനപക്ഷമാണ്, മതം കൊണ്ട് ന്യൂനപക്ഷമാണ് ഒരുപാട് പേര്. അപ്പൊ അതുകൊണ്ട് അത് അതേപോലെ ആ സംസ്കൃതി സൂക്ഷിക്കാനും കൾച്ചർ അതേപോലെ പ്രൊട്ടക്ട് ചെയ്യാനും ഉള്ള ഒരു പ്രത്യേക സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ആ ദേശീയതയിൽ ഭൂരിപക്ഷത്തോട് ഇഴുകിച്ചേർന്ന് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഈ സംരക്ഷണം കൊടുക്കാത്ത രാജ്യങ്ങൾ കാണുന്നത്. അതുകൊണ്ട് പ്രത്യേക സംരക്ഷണം എന്ന് പറയുന്നത് അപ്പീസ്മെന്റ് അല്ല, അത് ഇക്വാലിറ്റിയുടെ ഒരു വശം തന്നെയാണ്. അത് മനസ്സിലാക്കിയ ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണഘടനയെ ആദ്യം മുതൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു ഭരണഘടന എങ്ങനെയാണ് സെക്യുലർ അല്ലാതാണ്? പിന്നെ സെക്യുലറിസം എന്ന
വാക്കിന് ഒരു ലോകം മുഴുവൻ ഒരേ അർത്ഥമല്ല. അമേരിക്കയിലുള്ള സെക്യുലറിസവും ഫ്രാൻസിലുള്ള സെക്യുലറിസവും ഇന്ത്യയിലുള്ള സെക്യുലറിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫ്രാൻസിലെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതത്തിന് പൊതു ഇടങ്ങളിൽ യാതൊരു പ്രാധാന്യവും പാടില്ല. ഒരു ഉദാഹരണം പറയാം, വളരെ ലൈറ്റായിട്ട്. സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷിക്കാം, പക്ഷെ സെക്യുലറൈസ്ഡ് ക്രിസ്മസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കേക്ക് മുറിക്കാനോ വൈൻ കുടിക്കാനോ പ്രശ്നമില്ല, പക്ഷെ യേശു എന്ന രക്ഷകനാണെന്ന് പറയാൻ പാടില്ല. അതാണ് ഫ്രാൻസിലെ സെക്യുലറിസം. യാതൊരു വിധത്തിലുള്ള മതചിഹ്നങ്ങളും പാടില്ല സ്കൂളുകളിൽ. അപ്പോൾ അവിടെ ക്രോസ് ധരിക്കാൻ കഴിയില്ല, ഹിന്ദുക്കൾക്ക് ഒരു കയ്യിലൊരു ചന്ദ്രൻ കെട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല, അപ്പൊ ഹിജാബും പാടില്ല. അമേരിക്കയിലെ പോസിറ്റീവ് സെക്യുലർ, ഫ്രാൻസിലുള്ളത് കളർ ബ്ലൈൻഡ് സെക്യുലറിസം എന്ന് പറയും. അവിടെ ഒന്നും തിരിച്ചറിയുന്നില്ല, പ്രത്യേകതകളൊന്നുമില്ല, ആരാണെങ്കിലും എന്താണെങ്കിലും മതം ഇവിടെ പബ്ലിക് സ്പേസിൽ പാടില്ല. അമേരിക്കയിലെ കളർ കോൺഷ്യസ് സെക്യുലറിസം ആണ്. ആർക്കെങ്കിലും ഒരു മതവിശ്വാസം ഉണ്ടെങ്കിൽ അത് പൊതു സ്വഭാവത്തോട് അല്ലെങ്കിൽ ആവശ്യമുള്ള സ്റ്റേറ്റ് സംരക്ഷിക്കുന്ന കുറെ ആശയങ്ങൾക്കെതിരല്ലെങ്കിൽ അവർക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അമേരിക്കയിലുണ്ട്. ഉദാഹരണത്തിന് ഒരാളുടെ വിശ്വാസം തലയിൽ കട്ടെഴുതുക എന്നുള്ളതാണെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അമേരിക്കയിലുണ്ട്. ഇന്ത്യയിൽ ഉള്ള സെക്യുലറിസം എല്ലാ മതങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ്. കളർ കോൺഷ്യസ് ആണ്. പിന്നെ മത ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശമുണ്ട്. വേറൊരു പ്രത്യേകത, ഈ അമേരിക്കയിലുള്ള സെക്യുലറിസത്തില് സ്റ്റേറ്റും റിലീജിയനും തമ്മിൽ വലിയൊരു സെപ്പറേഷൻ ഉണ്ട്. അത് തോമസ് ജെഫേഴ്സൺ ഒക്കെ പറഞ്ഞിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഭരണഘടന നിർമ്മാണത്തിന് പ്രധാന പങ്കുവഹിച്ച അവരൊക്കെ പറയുന്നത് there is a wall of separation between church and the state. സ്റ്റേറ്റും ചർച്ചും തമ്മിലുള്ള ഒരു വലിയ ഒരു മതിൽക്കെട്ടുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഇല്ല. അത് ഉദാഹരണം പറഞ്ഞാൽ സ്റ്റേറ്റിലെ ചില കാര്യങ്ങളിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാം. എവിടെയാണ്? ആർട്ടിക്കിൾ 25 സെക്യുലറിസത്തിനെ പറ്റി പറയുന്നത്. മതങ്ങളുടെ വ്യക്തികൾക്ക് മതസ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷണൽ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലിജിയൻ. എല്ലാവർക്കും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിന്റെ സബ്ക്ലോസ് 2 പറയുന്നത് nothing in this article shall affect the operation of any existing law or prevent the state from making a law regulating or restricting any economic, financial, political or other secular activity which may be associated with religious practice. ഒരു മഠം നടത്തിക്കൊണ്ട് പോവുകയാണ്. മഠങ്ങൾക്ക് ടാക്സ് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിയന്ത്രിക്കാനുണ്ട്, സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, റിലീജിയസ് അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിയന്ത്രിക്കണമെങ്കിൽ സ്റ്റേറ്റിൽ ഇടപെടാം. ഇത് പള്ളിയാണെങ്കിലും ഏത് മതത്തിന്റെ ആരാധന സ്വാതന്ത്ര്യത്തിനകത്തും ആരാധന സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ പ്യൂർലി റിലീജിയസ് അല്ലാത്ത കാര്യങ്ങളിൽ സ്റ്റേറ്റിന് ഇടപെടാം, പോസിറ്റീവായിട്ട് ഇടപെടാം. അടുത്തത് സബ്ക്ലോസ് B പറയുന്നത് പ്രൊവൈഡിംഗ് ഫോർ സോഷ്യൽ വെൽഫെയർ ആൻഡ് റിഫോം. സോഷ്യൽ വെൽഫെയറോ റിഫോർമേഷനോ വരുത്താൻ വേണ്ടി ഏത് മതത്തിലും സ്റ്റേറ്റിന് ഇടപെടാം. ഇപ്പൊ സ്റ്റേറ്റിന് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്തുകൊണ്ടാണ്? അത് സോഷ്യൽ റിഫോമിന് വേണ്ടിയിട്ടാണ്, വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഒന്ന് സ്ഥാപിച്ചത്. പക്ഷെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നാരേറ്റീവ്, അത് ഞാൻ അതിലേക്ക് വരാം. ഒരു ഹൈക്കോടതി, സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജി പോലും പറയുന്നത് മജോറിറ്റി പറയുന്നത് പോലെ കേട്ട് മൈനോറിറ്റി ഇവിടെ ജീവിക്കണം, അതിനുവേണ്ടിയാണ് യൂണിഫോം സിവിൽ കോഡ് എഴുതിയതെന്നൊക്കെയാണ് തെറ്റിരിക്കുന്ന പ്രസംഗം. അതിനുവേണ്ടിയല്ല, സോഷ്യൽ റിഫോർമേഷന് വേണ്ടി, വെൽഫെയറിന് വേണ്ടി കൊണ്ടുവരാം. Or throwing open of Hindu religious institutions of a public character to all classes and sections of Hindus. അതായത് ഹിന്ദു ആരാധനാലയങ്ങളിൽ എല്ലാ ഹിന്ദുക്കൾക്കും കയറാനുള്ള അവകാശമില്ലായിരുന്നു. ആ ഒരു സമയത്ത് എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദു ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കാൻ കഴിയും എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് ലോകത്തൊരു ഭരണഘടനയിലില്ല. അപ്പൊ ഇന്ത്യൻ ഭരണഘടന സെക്യുലർ ആണോ? സെക്യുലർ ആണ്. പക്ഷേ പോസിറ്റീവായിട്ട് സ്റ്റേറ്റിന് മതത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടാം. ഈ ഒരു ആർട്ടിക്കിൾ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യൻ സുപ്രീം കോടതി ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി വരുന്നത്. അവിടെ എല്ലാ സെക്ഷനും എന്ന് പറയുമ്പോൾ അത് ദളിതർ മാത്രമല്ല, ഡോക്ടർ അംബേദ്കർ ഒക്കെ അമ്പലത്തിൽ പ്രവേശിക്കില്ല എന്നൊരു വിഭാഗത്തിൽ നിന്ന് വന്നത്. അപ്പൊ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ വിഭാഗം മാത്രമല്ല, സ്ത്രീകൾ, മെൻസ്ട്രേറ്റിംഗ് ഏജിലുള്ള സ്ത്രീകളും ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽ വരും. അതുകൊണ്ട് അവിടെ പ്രവേശനം കൊടുക്കാം. ഈ മനോഹരമായ ഭരണഘടന എഴുതി ചേർത്ത ഡോക്ടർ അംബേദ്കറും അതിലെ അംഗമായിരുന്ന നെഹ്റുവും ഒക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളുകളാണ്.
ഇന്ത്യ എങ്ങനെ ഭരിക്കപ്പെടണം? വേറൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ ചോദിക്കാം, നിങ്ങൾ യുക്തിവാദിയാണോ? യുക്തിവാദി എന്താണ് ആകുന്നത്? എല്ലാവരും യുക്തിവാദികളാണ്. അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ദൈവം രക്ഷിക്കും, ഞാൻ ഡോക്ടറെ കാണില്ല എന്ന് പറയുകയാണെങ്കിൽ തീരെ യുക്തിയില്ലാത്ത ഒരാളാണ് സംഭവിക്കാം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ തിരിഞ്ഞു നോക്കാതെ ദൈവം രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് ക്രോസ് ചെയ്യുന്ന ആളാണെങ്കിൽ യുക്തി ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ യുക്തി ഉപയോഗിക്കും. എന്ന് പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന സെക്കുലർ അല്ലാതെ ഏത് രീതിയിലും ഇന്ത്യയിലെ ഭരണം നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമായിരുന്നു എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. വേറെ ഒരു രീതിയിലും ഇന്ത്യയിലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന, ഇത്രയധികം വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സെക്കുലറിസം അല്ലാതെ വേറൊരു മാർഗവുമില്ല. അത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ പാടി അത് ആദ്യത്തെ പ്രധാനമന്ത്രിയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച നെഹ്റുവാണ് ഊട്ടി ഉറപ്പിച്ചത്. ഇന്ത്യൻ മണ്ണിൽ ആ സെക്യുലറിസം വേരോടി കഴിഞ്ഞത് കൊണ്ടാണ് പിന്നീടുള്ള ശ്രമങ്ങൾ, പിന്നീട് അന്ന് ഹിന്ദുത്വം പറയുന്ന ആളുകൾ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്നുള്ള വാദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭരിക്കാതെ പോയത് ഇതിനെപ്പറ്റി അത്രയ്ക്ക് ആഴത്തിൽ അറിയാവുന്നവരും അത് പ്രാക്ടീസ് ചെയ്തവരും ഭരണത്തിൽ ഇരുന്നതുകൊണ്ടാണ്. അതാണ് നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ഡെമോക്രസി. നമ്മുടെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതില് വേറെ ചില കാര്യങ്ങൾ സമയക്കുറവ് കൊണ്ട് വന്ന് വിട്ടുപോകുന്നത്. കാരണം അദ്ദേഹം സയൻസിന് കൊടുത്ത പ്രാധാന്യം അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് നിന്ന സമയത്ത് പത്രാനന്ദില, ഹീരാക്കുണ്ട്, നാഗാർജുന സാഗർ പോലുള്ള ഓരോ അണക്കെട്ടുകൾ ഓരോ സ്ഥലത്തായിട്ട് സ്ഥാപിക്കുന്നത് ഒരു മിക്സ്ഡ് എക്കണോമി. ആദ്യം സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഭരണഘടനയിൽ അന്നേ ഉണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയും. നിർദ്ദേശക തത്വങ്ങളിൽ ഒരുപാട് സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട്. അതുകൊണ്ട് സോഷ്യലിസം എന്നുള്ള വാക്കും ഭരണഘടനയിൽ ആളുകൾ എഴുതി ചേർത്തിട്ടില്ല. അതിനെപ്പറ്റി ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഒരുപാട് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഇതിനകത്തുണ്ട്. ആ വാക്ക് എഴുതി ചേർക്കേണ്ട കാര്യമില്ല. കാരണം ഓരോ ഗവൺമെന്റുകൾ എങ്ങനെയാണ് എക്കണോമിക് പോളിസി എന്നുള്ളത് ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ പറഞ്ഞു വെക്കുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബ്ലൂ പ്രിന്റ് നൽകുകയാണ്. ആ പ്രിൻസിപ്പിൾസ് അവിടെ ഉണ്ട്. അപ്പൊ അന്നേ ഈ ആശയങ്ങളുണ്ട്. പിന്നെ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന് ഓരോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിർമ്മിക്കുന്നില്ല. അപ്പം വെറുതെ എക്കണോമിക്കലി ഫോർവേഡ് ആയതുകൊണ്ട് മാത്രം ഒരു രാജ്യത്തിന് മാൻ പവർ ഉണ്ടാകില്ല, സ്കിൽ ഉണ്ടാകില്ല. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ജോലികൾ ചെയ്യാനുള്ള ഒരു സാങ്കേതിക മികവ്, സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഇതെല്ലാം കൊടുക്കുന്നതിന് നെഹ്റു വഹിച്ച ഒരു പ്രധാന പങ്ക്. അതും ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം നെഹ്റു കെട്ടിപ്പടുത്തത് ഇന്ത്യൻ ഡെമോക്രസിയാണ്. ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 74% ആളുകൾക്ക് അക്ഷരാഭ്യാസം ഇല്ലാതിരുന്ന ഒരു സമയം. ഇലിറ്ററസി എന്ന് പറഞ്ഞാൽ 74%. ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി 30 വയസ്സിൽ താഴെയായിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും തുല്യമായിട്ട് വോട്ട് ചെയ്യാൻ ഒരാൾക്ക് ഒരു വോട്ടെന്ന് അവകാശം കൊടുക്കുന്നു. അടുത്ത പ്രധാനമന്ത്രി, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതിന് ചെയർമാനായിരുന്ന ഡോക്ടർ അംബേദ്കർ. അദ്ദേഹത്തിന്റെ അത്രയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, ഫോർമൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആരും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹവും വളരെ ഫോർമൽ എഡ്യൂക്കേഷൻ ഒരുപാട് ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ തീരുമാനിക്കുകയാണ്, അല്ല, വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമാകാൻ പാടില്ല, വോട്ട് എല്ലാവർക്കും ഉണ്ട്. വിദ്യാഭ്യാസം ഒരു മന്ത്രിയാകാനും വാഹനമല്ല. അത് ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയും ചീഫ് മിനിസ്റ്റർ ഒക്കെ തീരുമാനിക്കുക ഏതാണ് ഭരണഭാഷ, ആ ഭാഷ അറിയാവുന്നവരെ ആയിരിക്കും മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് അവർ വിടുകയാണ്. ഭരണത്തില് വരുന്നതിനോ ഭരണത്തിന്റെ ഭാഗമാക്കാവുന്നതിനോ ഫോർമൽ എഡ്യൂക്കേഷൻ ഒരു മാനദണ്ഡമാക്കാതെ എല്ലാവർക്കും വോട്ടവകാശം കൊടുക്കുന്നത് അത് ജനങ്ങളിൽ അർപ്പിച്ച ഒരു വിശ്വാസമാണ്. അത് എത്രമാത്രം പ്രോഗ്രസീവ് ആണെന്നുള്ളത് നമ്മളിപ്പോൾ ഇത്രയും നാളുകൊണ്ട് എത്രയോ പുരോഗമനം നേടിക്കഴിഞ്ഞു ഇന്ത്യയിൽ. ഇത് അടിത്തറയിട്ടത് ആദ്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെയാണ് ആ യൂണിവേഴ്സിറ്റി ഫ്രാഞ്ചൈസ് കൊടുക്കുന്നത്. ഇത് നമ്മൾ ബാക്കി വലിയ രാജ്യങ്ങൾ, ചില ഇംഗ്ലണ്ട് പോലുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റില്, സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ പോലും എത്രയും നാളുകൾക്ക് ശേഷമാണ് എല്ലാവർക്കും വോട്ടവകാശം കിട്ടിയത് എന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ അന്ന് ചെയ്തത് വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തേത് സോഷ്യലിസമാണ്. സോഷ്യലിസം ആദ്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ചിലർക്ക് പറയുന്നത് നെഹ്റുവിന്റെ സമയം
പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് സമയം നഷ്ടപ്പെട്ടു പോയി, പ്രോഗ്രസ് ഉണ്ടായില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഭരണം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പലതും മാറ്റിമറിച്ചുകൊണ്ട്, എന്നിട്ടും ഇപ്പോഴും സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ, മൻരേഗ പോലുള്ള പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ പ്രയോജനപ്രദമായിട്ട് നടപ്പാക്കി വരും. ഇപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുന്നത് എല്ലാത്തിനും നെഹ്റുവിനെ ബ്ലെയിം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ചൈനയില് ഇന്ത്യയിലെ സോഷ്യലിസം മാറ്റി ലിബറലിസം കൊണ്ടുവരുന്നതിന് ഒരു 10 വർഷം മുമ്പ് അവരെ എക്കണോമി തുറന്നു കൊടുത്താണ്. ആ രീതിയിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ത്യയിലും ഉണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും ആദ്യത്തെ സമയത്ത് ഒരു അടിത്തറ ഇട്ടിട്ട് വേണം പാഴ തുറന്നു കൊടുക്കുന്നത്. ആ അടിത്തറ ബലമായിട്ട് അതിന് നേതൃത്വം കൊടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. പാർലമെന്ററി ഡെമോക്രസിയുടെ കാര്യം പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഭരണം സുതാര്യമായിട്ട് നടന്നുകൊണ്ട് പോകുന്നു. ഭരണത്തിലെ ഉള്ള എല്ലാ പാളിച്ചകളും അതിന്റെ എല്ലാ കുറവുകളും വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഒരു ഭരണം നഷ്ടപ്പെടുമ്പോൾ പ്രധാനമന്ത്രി ഹാൻഡ് ഓവർ ചെയ്യണം. അടുത്ത പ്രധാനമന്ത്രി വളരെ സ്മൂത്ത് ആയിട്ടാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. മൻമോഹൻ സിംഗ് ഭരണം പോകുന്നു, മോദി പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നു, ഷെയ്ഖ് ഹാൻഡ് കൊടുത്ത് അവരെ ഭരണത്തിൽ വരും. പ്രതിപക്ഷ നേതാവിനും പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കും ഒരു സഭയിൽ ഒരുമിച്ചിരിക്കാൻ കഴിയും. ബംഗ്ലാദേശിൽ അത് കഴിയില്ല. ബംഗ്ലാദേശില് ഭരണത്തിൽ വരുന്നവര് ഷെയ്ഖ് ഹസീനയും ബീഗം ഖാലിദാസിനെയും ഒരു സഭയിൽ ഒരുമിച്ചിരിക്കാൻ കഴിയില്ല. അതുപോലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിലില്ല. എല്ലാ പ്രശ്നങ്ങളും ഉള്ളപ്പോൾ തന്നെ പാർലമെന്ററി ഡെമോക്രസി ഇതുവരെ സുതാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ട്രംപ് ഇലക്ഷൻ തോറ്റപ്പോൾ അവിടെ ഭരണം അട്ടിമറിക്കാൻ ശ്രമം നടത്തിയത് നമ്മൾ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തുണ്ട്. പാർലമെന്ററി ഡെമോക്രസിക്ക് അടിസ്ഥാനം പറയുന്നത് നെഹ്റുവിയൻ പ്രിൻസിപ്പിളാണ്. അടുത്തത് മീഡിയയാണ്. മീഡിയയില് ഇപ്പോൾ ഏകദേശം 500 ചാനലിന് 800 മില്യൺ വ്യൂവേഴ്സ് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയ, ആളുകൾക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, ഇതെല്ലാം നമ്മളിപ്പോൾ ടേക്കൺ ഫോർ ഗ്രാൻഡ്. ഇതെല്ലാം ഇത് അങ്ങനെയാണല്ലോ വേണ്ടതെന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ഇല്ലാത്ത രാജ്യങ്ങളില്ല. സമീപ രാജ്യങ്ങളിൽ നോക്കിക്കഴിയുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ പില്ലേഴ്സ് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാവും. ഇലക്ഷൻ കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ആംഡ് ഫോഴ്സസിന്റെ കാര്യം പറയുമ്പോൾ സാർക്ക് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലദ്വീപ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. ഇതില് ഇന്ത്യ ഒഴികെ ഒരു രാജ്യത്തും മിലിറ്ററി ഭരണം വരാതിരുന്നിട്ടില്ല. ബാക്കി രാജ്യങ്ങളെല്ലാം സാർക്ക് രാജ്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒരു മിലിറ്ററി അട്ടിമറി നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിന്റെയും പ്രധാനപ്പെട്ട കാരണം നെഹ്റുവിയൻ പ്രിൻസിപ്പിളാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇത്രയും പറയുമ്പോൾ അവിടെ നിന്ന് ഡീറൈൽ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഡെമോക്രസി ഇന്ത്യയിലെ ഒരു 50-50 ഡെമോക്രസി ആയിരുന്നു. രാമേന്ദ്രൻ ഗുഹയെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ഇപ്പോൾ അതൊരു 30-70 ആയിട്ടുണ്ട്. അതായത് 30% ഉള്ള ഡെമോക്രസി. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ അട്ടിമറിക്കുന്നത് പല രീതിയിൽ മീഡിയയെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ പറയുന്നതിന്റെ കുറവുകൾ ഡെമോക്രാറ്റിക് റാങ്കിങ്ങിലൊക്കെ ഇങ്ങനെ താഴ്ത്തു വരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ റാങ്കിങ്ങിന് താഴ്ത്തു വരുന്നു. ജുഡീഷ്യറിയുടെ കാര്യം ഋഷികുമാർ അദ്ദേഹം സൂചിപ്പിച്ചതിനെ പറ്റി ഞാനൊന്ന് പറയാം. ഈ ഒരു രാജ്യത്ത് അടിത്തറ പാകിയ സമയത്തുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇപ്പോഴും ഇതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എത്രയധികം ശ്രമിച്ചിട്ടും ഹിന്ദുത്വം പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്ക് പോലും ഇപ്പൊ പറയേണ്ടി വരുന്നതാണ്, നീ നമ്മളിതിന്റെ പുറകെ പോകരുത്, രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. എന്തുകൊണ്ടാണ്? ഈ രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നുള്ള തിരിച്ചറിവാണ്. ജുഡീഷ്യറിയുടെ കാര്യം പറയുമ്പോൾ ശരിയാണ്, വളരെ ദൗർഭാഗ്യകരമാണ്. ഒരു ചീഫ് ജസ്റ്റിസ് അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള അദ്ദേഹം ഒരു പ്രാവശ്യം അമ്പലങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയിട്ട് മോദിയെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നതാണ്. അദ്ദേഹം അതിന് മുമ്പ് അമ്പലങ്ങളിൽ സന്ദർശനം നടത്തിയിട്ട് പറഞ്ഞു, ഇവിടുത്തെ പതാക ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിൻസിപ്പിളൊക്കെ മുന്നോട്ട് വെക്കുന്നതായിരിക്കണം. ഈ പതാക വഹിക്കുന്നവരെ ഭരണഘടന പോലെ പ്രാധാന്യമുള്ളതൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനം. അപ്പോ രാമേന്ദ്ര ഗുഹ ഒരു പ്രസ്ഥാനം നടത്തി. ഇന്ത്യൻ ഭരണഘടനയും സെക്യുലറാണ്. അതിൽ അമ്പലങ്ങളുമായിട്ട് മഹാത്മാഗാന്ധിയെ പോലെ അമ്പലങ്ങളിൽ കയറിയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഒരു കമന്റ് വന്നു. അത് പറയുമ്പോൾ ഞാൻ ചീഫ് ജസ്റ്റിസും അല്ല, ലോയറും അല്ല, പക്ഷെ മഹാത്മാഗാന്ധിയെ പറ്റി കുറച്ച് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗാന്ധിജി അങ്ങനെ അമ്പലങ്ങളിലൊന്നും പോയിട്ടില്ലല്ലോ. അദ്ദേഹം എഴുതി ആർട്ടിക്കിൾ എഴുതി പറഞ്ഞു, ഗാന്ധിജി ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ട്. മധുര മീനാക്ഷി അമ്പലത്തില് ദളിതർക്ക് പ്രവേശനം കൊടുത്തപ്പോൾ ഗാന്ധിജി അവിടെ പോയിരുന്നു, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അല്ലാതെ ഗാന്ധിജി അമ്പലങ്ങളിലൊന്നും കയറി ഇറങ്ങി നടന്നിട്ടില്ല. ഗാന്ധിജി വിശ്വാസിയായിരുന്നു, പൂജകൾ നടത്തിയിരുന്നു, അവിടെ സർവ്വമത പ്രാർത്ഥനയായിരുന്നു എല്ലാ വിഭാഗങ്ങളിലും പെട്ടത്. പിന്നെ ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് ചന്ദ്രചൂഡ് പറഞ്ഞ ഒരു കാര്യത്തിലെ അമ്പലങ്ങൾ എങ്ങനെയാണ് ഭരണഘടനയിലെ സമത്വം മുന്നോട്ട് വെക്കുന്നത്. അത് ശങ്കരാചാര്യര് ഹിന്ദു മതത്തിലെ
ആശയങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളാണ് ഗാന്ധിജി. ഗാന്ധിജിയെ ഒരു നോൺ ഹിന്ദുവായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കത്തെഴുതിയവരാണ് നേരായവർ. അപ്പൊ എങ്ങനെയാണ് അമ്പലത്തിലെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മം എങ്ങനെയാണ് ഭരണഘടനയുമായിട്ട് യോജിച്ചു പോകുന്നത്? അത് വർണ്ണാശ്രമ വ്യവസ്ഥയും ഇനീക്വാളിറ്റിയുമാണ്. ഹിന്ദു ധർമ്മം ആണ് ഇന്ത്യയിലെ ധർമ്മം എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഭരണഘടനയിൽ പറയുന്ന മൂല്യങ്ങളില്ല, സമത്വം സഹോദര്യമില്ല. കാരണം ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് തട്ടതട്ടായിട്ട് തിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് വർണ്ണാശ്രമ വ്യവസ്ഥ. വർണ്ണാശ്രമ വ്യവസ്ഥയും ഭരണഘടനയിലെ സമത്വവും സാഹോദര്യവുമായിട്ട് ഒരുമിച്ച് പോകില്ല. ഇപ്പോൾ ഒരു പുതിയ ഫാഷനബിളായിട്ട് ഒരു വാക്ക് വന്നിട്ടുണ്ട്, ഇൻഡിക് സിവിലൈസേഷൻ. ഒരു 3-4 പേരുണ്ട് അതിനെപ്പറ്റി പുസ്തകങ്ങളൊക്കെ എഴുതി പ്രഭാഷണങ്ങളൊക്കെ നടത്തി പോകുന്നവർ. അതിനെതിരായിട്ട് നമ്മുടെ ആശയങ്ങൾ ശക്തമായിട്ട് പ്രചരിക്കണം. ഇതിനെപ്പറ്റി ഒരാൾക്കുണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയ ചില റെഫറൻസസ്, ഹിസ്റ്ററിയിലുള്ള ചില കാര്യങ്ങൾ, ചില അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങളുണ്ട്. വിദേശ ആക്രമണത്തിന്റെ പല അമ്പലങ്ങൾ തകർത്തിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ചരിത്രപരമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. 600 അമ്പലങ്ങൾ തകർത്ത് ഇതിങ്ങനെ പൊക്കി വീണ്ടും വീണ്ടും ഇത് കുത്തി തിരികുകയാണെങ്കിൽ, ഇതിനെ പറയുകയാണെങ്കിൽ ആർക്കെന്ത് പ്രയോജനം എന്നുള്ള ചോദ്യം. ഇപ്പോൾ ഇന്ത്യ ഒരുമിച്ച് മുന്നോട്ട് പോകണോ, അതോ ഇവിടെയുള്ള ഇന്നത്തെ സമൂഹം ആരെങ്കിലും ആണോ ഈ അമ്പലങ്ങൾ പൊളിച്ചതെന്നുള്ളത്? RSS ചീഫ് തന്നെ പറഞ്ഞു ഇപ്പോഴത്തെ മുസ്ലിങ്ങൾക്ക് അത് പങ്കില്ല. വിദേശ ആക്രമണത്തിൽ തകർത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാത്തിനും തിരിച്ച് അതിന്റെ താഴെ ശിവലിംഗം കൊണ്ടോ നോക്കി നടക്കുമെന്ന് പറഞ്ഞു. ഈയിടെ വീണ്ടും പറഞ്ഞു അയോധ്യ വികാരമായിരുന്നു, ഇനി അതിന് പുറകെ പോകരുതെന്ന് പറഞ്ഞു. ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത് അല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആ പറഞ്ഞ വാക്കിൽ നമ്മൾ അവരെ തളച്ചിടേണ്ടതുണ്ട്. കാര്യം ഈ പറയുന്ന വൈവിധ്യമാർന്ന ഒരു സംസ്കാരം എല്ലാവരെയും ഒരുമിച്ച് നമ്മളെല്ലാം ഇതിന്റെ ഭാഗമാണ്, ഓഫ് ദ പീപ്പിൾ, നമ്മളും ഇതിന്റെ ഭാഗമാക്കാണെന്ന് എല്ലാവർക്കും തോന്നണമെങ്കിൽ 18% മുസ്ലിമിനും 80% ഭൂരിപക്ഷത്തിന്റെ അതേ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം എനിക്ക് തുല്യമായിട്ടുണ്ടെന്ന് തോന്നണം. അങ്ങനെ ഒരു തോന്നല് വരണമെങ്കിൽ ഈ ഭ്രാന്തമായിട്ടുള്ള രീതിയിൽ അമ്പലങ്ങൾ നിർമ്മിക്കുന്ന പരിപാടികളൊക്കെ അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അത് നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഒരു ആശയമാണ്. പഴയ കുറെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് എടുത്ത് അതിനെ ഊന്നി പറഞ്ഞ് ഒരു ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, വസ്തുതകൾ അവർക്ക് വേണ്ടത് മാത്രം തിരഞ്ഞെടുത്തിട്ട് അതിനെ ഊന്നി പറഞ്ഞ് അതിൽ നിന്ന് ദുഃഖകരമായിട്ടുള്ള ചില വസ്തുതകൾ, ഒരു ഇറിറ്റേഷൻ, അതില് ഹിസ്റ്ററിയാണ് പറയുന്നത് എന്ന് തോന്നുമെങ്കിലും അതിൽ നിന്ന് ആവശ്യമുള്ള ഫാക്ട് എടുത്തിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുകയാണ്. ഐഡന്റിറ്റി എന്താണ്? കൾച്ചറൽ ഹിന്ദു. അപ്പൊ ഇവിടെ മുസ്ലിങ്ങൾക്ക് തുല്യാവകാശം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇൻഡിക് സിവിലൈസേഷനെ പറ്റിയുള്ള വാദിക്കുന്ന ആർഗ്യുമെന്റ് ആകാം. പക്ഷെ ഒരു ഇൻഡിക് സിവിലൈസേഷൻ വിശ്വാസം, അതിനെപ്പറ്റി വലിയ ബഹുമാനം ഉണ്ടായിരിക്കുന്നത് ഒറ്റ കണ്ടീഷനുള്ളൂ. എന്താണ് ഇൻഡിക് സിവിലൈസേഷൻ? അതിനെപ്പറ്റി ഒരു ഡെഫിനിഷൻ ഇല്ല. ഇവര് എക്സ്ക്ലൂഷണറി ആയിട്ട് അത് കുറെ പേരെ മാറ്റി നിർത്താനുള്ള ഒരു തത്വം എന്നുള്ളതിലുപരി അതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരൊറ്റ ഒരു സംസ്കാരമോ ഒറ്റ സംസ്കൃതിയോ ആയിരുന്നില്ല. നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിലുള്ള പോലെയുള്ള ഡിഫറൻസസ്, ഭാഷകൾ തമ്മിലുള്ള വൈവിധ്യങ്ങൾ, ആര്യന്മാരുടെ കടന്നുകയറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ. ഡോക്ടർ മോഹൻകുമാർ സാർ ഇപ്പോൾ ഒരു മെസ്സേജ് ഭാരതവംശം, ഭാരതം എന്ന പേര് അതൊരു ട്രൈബിന്റെ പേരിൽ നിന്നാണ് വന്നത്. അത് ആര്യന്മാരുടെ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഭരത എന്ന് പറയുന്ന ഒരു ഗോത്രം, അവിടെ നിന്ന് കുരുവംശമൊക്കെ ഉണ്ടായി. ഈ പേര് എന്തിനാണ്? ഇത്രയും വൈവിധ്യങ്ങളുള്ള ദ്രാവിഡരൊക്കെ ഉൾപ്പെടുന്ന ഒരു രാജ്യത്ത് ഈ ഒരു പേര് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. ആ ഐഡന്റിറ്റിയിൽ കുറെ പേരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയോട് ഇവിടുത്തെ തദ്ദേശീയർക്ക് ഉള്ള ഇത്ര സ്നേഹമില്ല എന്ന് പറയുകയും അവർക്ക് തുടരെ നിങ്ങളെപ്പോലെ തന്നെ ദേശസ്നേഹികളാണെന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഈ ഇൻഡിക് സിവിലൈസേഷൻ, ഡീകോളനൈസേഷൻ മുതലായ വാക്കുകളൊക്കെ പറയുന്നവര് ഊന്നി പറയുന്നത്. ഇതിനെയെല്ലാം പാടെ തള്ളിക്കൊണ്ടാണ് 5 മില്യൺ ആളുകൾ മരിച്ച ഒരു സമയത്ത്, വർഗീയ ലഹളം ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണം നടത്തിക്കൊണ്ടുപോയവർ നെഹ്റു ഉൾപ്പെടെ, നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കാട്ടിത്തന്ന വഴി, ആ വഴിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് ബാക്കി രാജ്യങ്ങൾക്ക്, സാർക്ക് രാജ്യങ്ങൾക്കും ഇതേപോലെ നമ്മളൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ പല രാജ്യങ്ങൾക്കും നേടാനാവാത്ത ഒരു നിലയിലേക്ക് ഇന്ത്യ ഇതുവരെ ഉയർന്നു വന്നത്. ആ ഒരൊറ്റ വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എപ്പോഴാണോ അവിടെ നിന്ന് വ്യതിചരിച്ച് ഇതേപോലെ
ഒരു കൾച്ചറൽ ഐഡന്റിറ്റിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഭരണത്തിലിരിക്കുന്നവരെ തന്നെ തിരിച്ചറിയുന്നു എന്നുള്ളത് ഒരു നമുക്കൊരു ശുഭാപ്തി വിശ്വാസം നൽകേണ്ടതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എന്തുകൊണ്ടാണ് വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്ര നിർമ്മിതി മാത്രമേ നടക്കൂ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഊന്നി പറയേണ്ടത്. അവിടെ ഇവരുടെ തന്നെ നായകത്തിൽ മറുപടി പറയുന്നതിന് സ്വാമി വിവേകാനന്ദനെപ്പോലുള്ള ഹിന്ദു മതത്തിലെ നവോത്ഥാന നായകരെ പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സലിസം, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാം, എല്ലാ മതങ്ങളെയും അക്സെപ്റ്റ്, എല്ലാ വിശ്വാസധാരകളെയും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഒത്തൊരുമയോട് കൂടിയുള്ള ഒരു നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. അത് പ്രായോഗികമായി നടപ്പിലാക്കി കാണിച്ചു തന്ന തത്വ ഫിലോസഫർ കൂടിയായിട്ടുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, പൊളിറ്റീഷ്യനായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ ഓർമ്മയും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ നമ്മൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിൽ കൂടി മാത്രമേ നമ്മുടെ രാഷ്ട്രം എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഉള്ള ഒരു രാഷ്ട്രമായി നിലനിൽക്കുകയുള്ളൂ. ഐഡന്റിറ്റി പൊളിറ്റിക്സ്, അതായത് പഴയ അട്രോസിറ്റീസ്, പണ്ട് നമുക്കിങ്ങനെയുള്ള ഭീകരമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അത് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന്റെ ബേസിന് ഒരു രാഷ്ട്രം ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തെ നോക്കിയാൽ അറിയാം. അവിടെ അങ്ങനെ അവരെ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഹോളോകോസ്റ്റ് നേരിടേണ്ടി വന്നൊരു സമൂഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് ചേർന്ന് ഒരുമിച്ച് രാഷ്ട്രമായിട്ട് നിർമ്മിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോഴും എക്കണോമിക് പ്രോഗ്രസും വളരെ വലിയ മിലിറ്ററി പവറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് അവിടെ നടക്കുന്നില്ല. അപ്പോഴും സൗദിയിലെ രാജകുമാരൻ പറയുന്നത്, നിങ്ങൾ ഇന്ത്യയെ നോക്കി പഠിക്കും. ഇന്ത്യയില് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ വഴിയിൽ കൂടി മാത്രമേ ഇന്ന് നിലനിൽപ്പുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കയിലെ മാർട്ടിൻ ലൂഥർ കിങ് അത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് നോൺ വയലൻസ് വയലൻസ് എന്നുള്ളൊരു ചോയ്സ് ഇന്നില്ല. ഒന്നുകിൽ നോൺ വയലന്റ് ആകുക, അല്ലെങ്കിൽ നിങ്ങൾ തീരാൻ തയ്യാറാകുക. നോൺ വയലൻസ് ഓർ നോൺ എക്സിസ്റ്റൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നെൽസൺ മണ്ടേല അത് തന്നെയാണ് പറഞ്ഞത്. മഹാത്മാഗാന്ധിയുടെ ആശയമാണ് ഇവിടെ പ്രായോഗികമാകുന്നത്. എന്റെ കമ്പൽഷനാണ്. ഗാന്ധി അത് വിശ്വസിച്ചിരുന്നു. മണ്ടേല പറയുന്നത് ഈ വഴി കൂടെ മാത്രമേ ഇവിടെ തുല്യ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അതിനെ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ ഭരണത്തിൽ ഇരുന്നുകൊണ്ട് അതേപടി നടപ്പിലാക്കുകയും രാജ്യനിർമ്മിതിക്ക് സെക്യുലറിസം, ഡെമോക്രസി മുതലായ മഹത്തായ മൂല്യങ്ങൾക്ക് അടിത്തറ ഇട്ടുകൊണ്ട്, അതിൽ ഇന്ത്യയുടെ പ്രത്യേകതയായിട്ടുള്ള ലിംഗ്വിസ്റ്റിക് പ്ലൂറലിസം അതിലൂടെ അടിത്തറ ഇട്ടുകൊണ്ട് ശക്തമായ ഒരു അടിത്തറ കെട്ടിപ്പടുത്ത ആദ്യത്തെ പ്രധാനമന്ത്രിയോട് നമ്മുടെ സാധനം പ്രണാമർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് ഇപ്പോഴത്തെ ഹിന്ദുത്വ പൊളിറ്റിക്സിനുള്ള മറുപടി. ഞാൻ നിർത്തുന്നു. നമസ്കാരം.